തൃശൂരിൽ BJPയുടെ ഒരു വിജയഘോഷയാത്ര തന്നെ നമുക്കിവിടെ കാണാനാകും. വലിയ തോതിലുള്ള ഒരു ആഘോഷത്തിലേക്ക് BJPയും സഖ്യകക്ഷികളും പോയിരിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയം, ഒരു മണ്ഡലത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയം BJP വലിയ തോതിൽ ആവേശമാക്കുന്ന ഒരു കാഴ്ചയാണ് തൃശൂരിൽ നിന്നും നമുക്ക് കാണാനാകുന്നത്. തൃശൂരിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തി വലിയ തോതിൽ ആവേശം പങ്കിട്ട് ആഹ്ലാദം പങ്കിടുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാനാകുന്നത്. ഏതാണ്ട് 74,868 വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി ഇവിടെ വിജയിച്ചത്. തൃശൂരിൽ കേരളത്തിൽ BJP പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു എ ക്ലാസ് മണ്ഡലം തന്നെയായിരുന്നു തൃശൂർ. അവിടെ അവരുടെ പ്രതീക്ഷകൾ ആയില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. 4,10,000-ത്തിലകം അധികം വോട്ടുകൾ നേടി എതിർ സ്ഥാനാർത്ഥികളെ ബഹുദൂരം പിന്തള്ളിക്കൊണ്ട് ഒരു ആധികാരികമായ വിജയം തന്നെയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയും NDAയും നേടിയത്. ഒരു ശക്തമായ ത്രികോണ പോരാട്ടമായിരുന്നു തൃശൂരിൽ പ്രവചിച്ചിരുന്നത്. എന്നാൽ വോട്ടെണ്ണലിൽ തുടക്കം മുതൽ തന്നെ ഒരു കൃത്യമായ ലീഡ് നിലനിർത്താനും അത് ഘട്ടം ഘട്ടമായി മുന്നോട്ട് കൊണ്ടുപോകാനും വോട്ടെണ്ണലിലുടനീളം NDAക്ക് സാധിച്ചു. അതിന്റെ എല്ലാ ആവേശങ്ങളും നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു തൃശൂർ റൗണ്ടിൽ നിന്നുള്ള ഈ ഒരു ഘോഷയാത്രയിൽ കാണാനാകുന്നുണ്ട്. തീർച്ചയായും ഒരു തൃശൂർ പൂരത്തിന്റെ ഒരു ആവേശവും ആരവവും നമുക്കിപ്പോൾ തൃശൂരിൽ ദർശിക്കാനാകും. BJP പ്രവർത്തകർ, NDA പ്രവർത്തകർ എല്ലാവരും വലിയ ഒരു ആഘോഷത്തിലാണ്. BJPയുടെ മാത്രമല്ല BDJSന്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഈ ഒരു ഘോഷയാത്രയിലേക്ക്, വിജയയാത്രയിലേക്ക് എത്തിയിരിക്കുന്നതായി നമുക്ക് കാണാം. അവരുടെ കൊടികൾ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സുരേഷ് ഗോപിയുടെ ഗാനങ്ങൾ വെച്ചും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിയും എല്ലാം ഇവർ വലിയ ഒരു ആഘോഷ തിമിർപ്പിലേക്ക് തൃശൂർ പോയിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിലും ഇത്രയേറെ ഒരു ആഘോഷം നമുക്ക് കാണാനായി സാധിച്ചെന്ന് വരില്ല. കാരണം ആദ്യമായി വർഷങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായി തൃശൂരിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ BJPയും NDAയും അക്കൌണ്ട് തുറക്കുകയാണ്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അവർ വലിയ പ്രതീക്ഷകൾ വെച്ചിരുന്നെങ്കിലും അതൊന്നും അവർക്ക് ഒരു ഫലത്തിലേക്ക് എത്തിയില്ല. അതേസമയം തൃശൂർ സുരേഷ് ഗോപി എടുക്കുക തന്നെ ചെയ്തു. അതിന്റെ എല്ലാ ആഘോഷവും നമുക്ക് ഇവിടെ പൂർണ്ണമായും ദർശിക്കാനാകും. ആഘോഷത്തിനെത്തിയ BJP പ്രവർത്തകർ മാത്രമല്ല, ഈ ഒരു റോഡിന്റെ ഇരുഭാഗത്തും നിരവധി ആളുകളാണ് ഈ ഒരു ആഘോഷത്തിന് സാക്ഷിയാവാനും എത്തിയിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 4,12,338 വോട്ടുകളാണ് സുരേഷ് ഗോപി തൃശൂരിൽ നേടിയത്. ഇതിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ മാത്രം 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി. മറ്റെല്ലാ മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യാനായി മറ്റ് രണ്ട് മുന്നണികളെ അപേക്ഷിച്ച്. 2-ാം സ്ഥാനത്ത് LDFന്റെ അഡ്വക്കേറ്റ് VS സുനിൽകുമാറാണ്. അദ്ദേഹത്തിന് 3,37,652 വോട്ടുകളാണ് നേടാനായത്. UDFന്റെ K മുരളീധരൻ 3,28,124, അതായത് ഏകദേശം കേരളത്തിലെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷത്തിലാക്കുകയാണ് BJP പ്രവർത്തകർ. തൃശൂർ റൗണ്ടിൽ നിന്നുള്ള
തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ആവേശത്തിലേക്ക്, ആഘോഷത്തിലേക്ക് BJP പ്രവർത്തകർ പോയിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു തൃശൂർ റൗണ്ട് ചുറ്റി കാവടിയും പാട്ടും മേളവും എല്ലാമായി അവർ ആ ഒരു കേരളത്തിൽ ആദ്യമായി ലഭിച്ച ലോക്സഭാ സീറ്റ്, ആ വിജയം ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത്. ഏതാണ്ട് 3/4 ലക്ഷത്തോളം, കൃത്യമായി പറഞ്ഞാൽ 74,686 വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി തൃശൂർ എടുത്തത്. ഇപ്പോൾ BJP പ്രവർത്തകരുടെ ആഘോഷത്തിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ആദ്യ ഘട്ടത്തിലെ ഒരു ചാഞ്ചാട്ടം ഒഴിച്ചാൽ പിന്നീട് അങ്ങോട്ട് സുരേഷ് ഗോപി തുടർച്ചയായി ലീഡ് ഉയർത്തുന്ന കാഴ്ചയായിരുന്നു ഇന്ന് കൌണ്ടിംഗ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായത്. 3000-ൽ തുടങ്ങി 5000, 8000, 10000, 15000 അങ്ങനെ ഓരോ ഘട്ടത്തിലും കയറി 74,000 വരെ ഭൂരിപക്ഷം കയറി. കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ 1 ലക്ഷത്തിൽ നിന്നും 2,90,000-ലേക്ക് വോട്ട് വീതം ഉയർത്തിയ സുരേഷ് ഗോപി ഇത്തവണ തൃശൂർ അക്ഷരാർത്ഥത്തിൽ എടുക്കുക തന്നെ ചെയ്തിരിക്കുന്നു. കേരളത്തിലെ ഒരേയൊരു സീറ്റ്, BJPയുടെ ആദ്യത്തെ ലോക്സഭാ സീറ്റ് ആയി തൃശൂർ മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായത്. ആ ഒരു കാഴ്ചയുടെ ആവേശവും ആഘോഷവുമെല്ലാം നമുക്ക് ഇപ്പോൾ തൃശൂർ റൗണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാനാകും. ശക്തമായൊരു ത്രികോണ പോരാട്ടം പ്രവചിച്ചിരുന്ന തൃശൂരിൽ സുരേഷ് ഗോപി ഒറ്റയ്ക്ക് മുന്നേറുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാനായത്. ആകെ 4,12,338 വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയത്. രണ്ടാം സ്ഥാനത്ത് LDFന്റെ അഡ്വക്കേറ്റ് VS സുനിൽകുമാറാണ്. അദ്ദേഹത്തിന് ലഭിച്ചത് 3,28,124 വോട്ടുകളാണ്. മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു UDFന്റെ K മുരളീധരൻ.